നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടൻ ബൈജുവിന്റെ പേരിൽ ഒരു സന്ദേശം പ്രചരിക്കുന്നുണ്ടായിരുന്നു. പലരും ബൈജുവിന്റെ ഫേസ്ബുക്കിൽ ഇത് തപ്പി, പക്ഷേ കണ്ടില്ല. ഇനിയിപ്പോ ബൈജു ഇക്കാര്യം പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്തതാണോ? മൊത്തം കൺഫ്യൂഷൻ. പറഞ്ഞയാളെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞതാരാണെങ്കിലും കാര്യം പൊളിയായിരുന്നു. എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. ആ കൊടിവെച്ച കാറിൽ പ്രോട്ടോക്കോളും കരിമ്പൂച്ചകളും സഹിതം അമ്മയുടെ ഓഫീസിലേക്ക് അയാൾ നടന്നു കയറുന്ന നിമിഷം അവിടെയുള്ളവന്മാരുടെ മുഖത്ത് വിരിയുന്ന ഭാവമൊന്ന് കാണണം. 3 or 4 ഉള്ളൂ എങ്കിലും കെട്ടകാലത്ത് കൈവിടാതെ ചേർത്ത് പിടിച്ചവരുടെ അഭിമാനമൊന്ന് കാണണം. ജീവിതത്തിലും തിരശീലയിലും അഭിനയിക്കുന്നവന്മാരുടെ ഇടയിലൂടെ തിരശീലയിൽ മാത്രം അഭിനയിക്കാൻ അറിയുന്ന ഒരാളെ വിശ്വസിക്കുന്ന ദൈവങ്ങൾ കൈവിടാതെ കാത്തത് എങ്ങനെയെന്ന് അവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കണം. 10-30 വർഷമായി സിനിമാ മേഖലയിൽ ആർക്കും ഉപദ്രവം ചെയ്യാതെ പറ്റാവുന്നവർക്കൊക്കെ സഹായം ചെയ്തൊരുവനെ ആപൽഘട്ടങ്ങളിൽ പരസ്യമായി ഒന്ന് പിന്തുണയ്ക്കാതെ തമ്പുരാന്മാരെ ഭയന്ന് ജീവിച്ച ഫേക്ക് ഹീറോകളുടെ സഹപ്രവർത്തകനോടുള്ള കരുതൽ അഭിനയങ്ങൾ സിനിമാ സ്കോപ്പിൽ 8Kയിൽ തന്നെ കാണണം. കേരളത്തിലെ കവലച്ചട്ടമ്പി രാഷ്ട്രീയ പിൻബലം കൊണ്ട് തട്ടഹസിച്ചവന്മാരെയും അടിമക്കണ്ണുകളെയും വെല്ലുവിളിച്ചിറങ്ങിയ കൂട്ടം തെറ്റിയ കുഞ്ഞാട് ഡൽഹിയിലെ ഡോണിന്റെ കൈപിടിച്ച് തിരികെ വരുമ്പോൾ ചോദിക്കാനൊരു ചോദ്യമുണ്ട്. അയാളത് ചോദിച്ചില്ലേലും അന്തരീക്ഷത്തിൽ അത് മുഴങ്ങിക്കേൾക്കും. ഓർമ്മയുണ്ടോ ഈ മുഖം? ഐ ആം സുരേഷ് ഗോപി, സെൻട്രൽ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നീയൊക്കെ സിനിമയിലും തിരക്കഥയിലും അഭിനയിച്ചും കണ്ടും ശീലം മാത്രമുള്ള ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്റെയൊക്കെ തലവര മാറ്റി എഴുതാൻ കഴിയുന്നവന്മാരുടെ ഇടയിൽ ഇന്നു മുതൽ ഞാനാണ് നിന്റെയൊക്കെ അഡ്രസ്. ദാനം വാങ്ങിയതൊന്നുമല്ല, അധ്വാനിച്ച് നേടിയതാണ്. ഇതായിരുന്നു ആ പോസ്റ്റ് ഇട്ട ആൾ പോലും വിചാരിച്ചില്ല ഇത് നടൻ ബൈജുവിന്റെ തലയിലാവുമെന്ന്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഈ അക്ഷരങ്ങൾ ബൈജു സന്തോഷിന്റെ പേരിൽ ഓടിക്കളിച്ചു. പക്ഷേ ഹിമവാൻ രുദ്രൻ എന്ന പേരിലെ ഫേസ്ബുക്ക് പ്രൊഫൈലിലായിരുന്നു ഈ പോസ്റ്റ് വന്നത്. ബൈജുവിന്റെ പേരിൽ ഇത് പ്രചരിക്കുന്നതറിഞ്ഞ് ഹിമവാൻ രുദ്രൻ തന്നെ ഡിസ്ക്ലൈമറും പങ്കുവച്ചു. സിനിമാ നടൻ ബൈജുവിന്റെ മീം വെച്ചൊരു പോസ്റ്റ് രാവിലെ ഇട്ടിരുന്നു. അത് ബൈജു കൊച്ചാട്ടൻ മനസാ വാച അറിയാത്ത കാര്യമാണ്. ആ വെടക്കിന്റെ ടോണിൽ ആ പോസ്റ്റ് വായിക്കട്ടെ എന്ന് കരുതി. ഇതിപ്പം പോസ്റ്റ് എടുത്തവർ ബൈജുവിന് സ്തുതി വെക്കുകയാണ്. ദൈവത്തെ ഓർത്ത് അങ്ങേർക്ക് പണി വാങ്ങി കൊടുക്കല്ലേ, ഞാൻ അകത്താവും എന്നാണ് ഇതിൽ കുറിച്ചിരിക്കുന്നത്. സംഗതി എന്തായാലും എല്ലാവർക്കും സുഖിച്ചിട്ടുണ്ട്. നീണ്ട 10 വർഷക്കാലമായി സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു വാക്കുമിണ്ടാൻ ധൈര്യം കാണിക്കാത്ത താരങ്ങൾ പലരും അദ്ദേഹം വിജയിച്ച ശേഷം സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. ഇനിയിപ്പോൾ അഭിനന്ദിച്ചല്ലേ പറ്റൂ എന്നല്ല, ഇനി ബഹുമാനിച്ചേ പറ്റൂ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.